മുഖ്യമന്ത്രി അറിയാൻ ഒരു രാത്രി കൂടി. ഡൽഹിയിൽ ചർച്ചകൾ പൂർത്തിയായി. പ്രഖ്യാപനം നാളെ. നിയമസഭാ കക്ഷി യോഗം ഉച്ചയ്ക്ക് 1 മണിക്ക്. MLA-മാരോട് തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശം. പ്രതീക്ഷയോടെ VD-RC KC ക്യാമ്പുകൾ. VD സതീശന് പിന്തുണയുമായി മുദ്രാവാക്യം വിളിച്ച് അണികൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി ഘടകകക്ഷികൾ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു മുസ്ലിം ലീഗ്. ജനവികാരം മനസ്സിലാക്കണമെന്ന് RSPയും. ലീഗിനെതിരെ NSS. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും ഘടകകക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ലെന്നും G. സുകുമാരൻ നായർ. ഭരണസ്തംഭനം തുടരുന്നതിനിടെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി. പ്രതിപക്ഷ നേതാവാരെന്നതിൽ തീരുമാനമാകാതെ CPM. സംസ്ഥാന സമിതി യോഗം നാളെയും തുടരും. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ചാ വിഷയം. CPI-യിൽ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടറിയേറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഊർജ്ജ പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനങ്ങളുമായി കേന്ദ്രം. സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കാൻ SPGക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സർവീസുകൾ വെട്ടിക്കുറച്ച എയർ ഇന്ത്യ. സ്വർണ്ണ ഇറക്കുമതി തീരുവ 15% ഉയർത്തി കേന്ദ്ര സർക്കാർ. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവനിന്ന് കൂടിയത് 10,200 രൂപ. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയ് സർക്കാർ. 144 പേരുടെ പിന്തുണ. 25 AADMK MLA-മാർ വിജയ്ക്കൊപ്പം. വിവാദമായ ജോത്സ്യന്റെ നിയമനം റദ്ദാക്കി. 5ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത N. രംഗസ്വാമി. BJP-യിൽ നിന്ന് A. നമശിവായയും മന്ത്രിപദത്തിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ച് CBI. ചോർത്തിയ ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയെന്ന റിപ്പോർട്ട്. സുപ്രീം കോടതി ഇടപെടൽ തേടി ഹർജി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. SFI മാർച്ചിൽ പലയിടത്തും സംഘർഷം. CBSE 12ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനം കുറഞ്ഞു. തിരുവനന്തപുരം മേഖല ഒന്നാമത്. SSLC ഫലം മറ്റന്നാൾ. IPL-ൽ കൊൽക്കത്ത ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്ത 3-ന് 141 റൺസ് എന്ന നിലയിൽ. അംഗ്രീഷ് രഘുവൻഷിക്ക് അർദ്ധ സെഞ്ചുറി. മണിപ്പൂരിൽ വൈദികരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്ക്. സ്റ്റോറി ഓഫ് ദ ഡേ. ചന്തം നിറഞ്ഞ ഇടുക്കിയെ കാണാൻ.